നാടിനോട് നീതി പുലർത്താത്ത സർക്കാരായി LDF സർക്കാർ മാറിയെന്ന് ഡീൻ കുര്യാക്കോസ് MP ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാതെ കൊഞ്ഞനം കുത്തുന്ന നടപടിയുമായി മുൻപോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അയ്യപ്പൻകോവിൽ 13-ാം വാർഡ് കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ 13-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തിയത്. കോൺഗ്രസ് പ്രവർത്തകരെ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സജ്ജരാക്കാനും ഉണർത്താനുമാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നിലപാടും മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ ജനകീയ നടപടിയും ചർച്ചയാക്കിയാണ് സംഗമം നടക്കുന്നത്. പതിവിൽ നിന്നും വിപരീതമായി മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പന്റെ വസതിയിൽ വെച്ചാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ഡീൻ കുര്യാക്കോസ് MP സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പട്ടയ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഭൂപ്രശ്നങ്ങൾ അനന്തമായി വച്ചു നീട്ടിക്കൊണ്ടുപോകുന്ന സമീപനം ഈ നാടിനോട് നീതി പുലർത്താത്ത ഒരു ഗവൺമെന്റായി ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഒന്ന് നോക്കുമ്പോൾ, ഒന്ന് വിലയിരുത്തുമ്പോൾ സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ഈ ഗവൺമെന്റ് ചെയ്തിട്ടില്ല. നമ്മള് വന്യമൃഗശല്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും രൂക്ഷമായ വന്യജീവികളുടെ ആക്രമണം കർഷകരെ ബാധിക്കുന്ന തരത്തിൽ വന്നപ്പോൾ ഉറക്കം നടിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന ഒരു സമീപനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർഡ് പ്രസിഡന്റ് സണ്ണി മംഗലശ്ശേരിയിൽ കുടുംബസംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ, ജോസഫ് കുര്യൻ, ജയേഷ് ഐക്കര, ഷാജി P. ജോസഫ്, രാജു ചെമ്പംകുളം, സന്തോഷ് ചപ്പാത്ത്, അഡ്വക്കേറ്റ് സുമേഷ് സോമൻ, മാരിയിൽ രാജേന്ദ്രൻ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം വഹിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.